ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. അത്രയ്ക്ക് ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതെല്ലാവർക്കും കഴിക്കത്തക്ക വിധത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ക്രീമൊന്നും ഉപയോഗിച്ചിട്ടില്ല, പഞ്ചസാരയും അധികം അങ്ങ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അധികം മധുരമൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിനായിട്ട് നമുക്ക് ബീറ്റർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 2 ഫോർക്ക് ഉണ്ടെങ്കിൽ 2 ചേർത്ത് വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര 1 കപ്പ് അതാണ് ഉപയോഗിക്കുന്നത്. അതൊരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. 2 പ്രാവശ്യം പഞ്ചസാര ഇട്ടപ്പോൾ തന്നെ ഇവിടെ നന്നായി പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 പ്രാവശ്യം കൂടി ഇടാനായിട്ടുണ്ട്. അതും കൂടെ ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒരു മഞ്ഞ് പോലെ നമുക്ക് തോന്നും കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 50 ഗ്രാം ബട്ടറാണ്. ഇതിൽ നമ്മൾ ഒരു എണ്ണയും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ബട്ടർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അത് പതഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മൈദയായിട്ടുള്ള മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊക്കോ പൗഡറാണ്. 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പറയാൻ വിട്ടുപോയി, നമ്മൾ മിക്സിങ്ങിനൊക്കെ മുമ്പ് ഒരു ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റ് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു കോഫി ഉണ്ടാക്കി അങ്ങ് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറു ചൂടോടെ അതും കൂടെ ചേർത്താണ് നമ്മൾ മിക്സിങ് റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒന്ന് കട്ടിയായെന്ന് തോന്നിയപ്പോൾ കുറച്ച് കോഫിയും കൂടെ ഒഴിച്ച് നമ്മളത് സെറ്റിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ ബട്ടറൊക്കെ പുരട്ടി ഇതാ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എയർ ഫ്രയറോ ഓവനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറുതെ ഒരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് വെച്ച് മറ്റൊരു പാത്രം കൊണ്ട് കമഴ്ത്തി അടച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് ടാപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ബബിൾസൊക്കെ പോകാനായിട്ടൊക്കെ റെഡിയാക്കി ഇതാ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തു. അതിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമുക്കൊരു പാത്രം കൊണ്ട് കമഴ്ത്തി അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് വേണം നോക്കാൻ. ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ നമുക്ക് സിമ്മിലിട്ടേക്കാം. ഇതാ ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ നോക്കാനായിട്ട് വന്നു. ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് സൂപ്പറായി തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗവും കുത്തി നോക്കി എല്ലാ ഭാഗങ്ങളും വെന്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം തണുത്തപ്പോൾ നമ്മളൊന്ന് തിരിച്ചിടാണേ. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, എന്ത് സോഫ്റ്റ് നോക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് കഴിക്കാം. ഓ, കത്തി വെച്ചപ്പോഴേ അങ്ങ് താഴ്ന്ന് പോവാണ് കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.